കുട്ടികളുമായിട്ടുള്ള നമ്മളെ സഹവാസമാണ്. ഇന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പലപ്പോഴും മാതാപിതാക്കൾക്ക് കുട്ടികളോടൊപ്പം നിൽക്കാനോ കുട്ടികളെ ഒന്ന് അച്ചടക്കത്തോടു കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പോലും സമയമില്ല. മുമ്പ് നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥയുള്ള കാലത്ത് ഈ വാപ്പല്ലെങ്കിലും ഉമ്മ അല്ലെങ്കിൽ ആരുമില്ലെങ്കിലും കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു 10-12 ആൾക്കാരൊക്കെ വീട്ടിൽ ആരാന്നൊന്നും അറിയില്ല. പല ആൾക്കാരും ഏതേ അമ്മായി ഏതോ മൂത്തമ്മ പറഞ്ഞ് കുറേ കുടുംബക്കാരുണ്ടാവുമ്പോണ്ട്. പക്ഷെ അവരൊക്കെ കൂട്ടത്തിൽ വളരുന്നത് കൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് അറിഞ്ഞും അറിയാതെയും ഒരു പാരൻറ്റിങ് എന്ന് പറയുന്ന സംഭവം വീട്ടിൽ സംഭവിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കുട്ടികൾക്കൊന്നും യാതൊരു സ്വഭാവ ദൂഷ്യങ്ങളോ മറ്റോ ഇല്ലാതെ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചിട്ട്, ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെ ഇപ്പം നമ്മളെ കാലത്തൊക്കെ ഖുർആൻ എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടത്? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഖുർആൻ ആദ്യമായിട്ട് തൊടുന്നത് എൻ്റെ വല്യമ്മ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരപ്പായൊക്കെ കയറി നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ എടുത്ത് ഓതുക ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് 3-4 സ്കൂളിൽ ചേർക്കുന്ന സമയത്താണ്. ഉമ്മ വിളിക്കും, വല്യമ്മ വിളിച്ചിട്ട് ആ പായൽ കയറ്റിയിരുത്തും. ഇരുത്തിയിട്ട് എൻ്റെ വിരലിൽ വല്യമ്മ പിടിച്ചിട്ട് വല്യമ്മ ഓതുന്നതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ നമ്മൾ അയക്കോക്കൂല, നമ്മൾ വല്യമ്മാൻ്റെ മുഖത്തേക്കാൻ നോക്കാം. പക്ഷേ നമ്മൾ വിരലിങ്ങനെ ആ ഖുർആനിലൂടെ അങ്ങനെ വല്യമ്മ ഓട്ടിയത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു സംസ്കാരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ സംസാരിച്ചതും അവർ പറയുന്നതുമൊക്കെ. ഇന്ന് നമുക്കതിന് എത്രത്തോളം സമയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതേപോലെ കുട്ടികളോടുള്ള നമ്മളെ സമീപനങ്ങളിൽ നിന്ന് എന്താണ്? ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിക്കുന്ന, പക്ഷേ മുമ്പും ഞാൻ അൽപ്പിത്തറയിൽ വന്നിട്ടുണ്ട്, ഒരു പക്ഷേ അന്നും ചോദിച്ചിട്ടുണ്ടാവും. കാരണം ചോദിക്കാൻ കാരണമൊന്നുമല്ല, ഇപ്പോഴും ആ ചോദ്യം പ്രസക്തമായി നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ ചോദ്യം ഇതാണ്: നമ്മൾ സ്വന്തം കുട്ടികളെ ഇന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് എത്ര ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്? ഒന്ന് കൈവൊക്കിയാൽ തിരക്കില്ല. അവനാൻ്റെ കുട്ടികളെ കെട്ടിപ്പിടിച്ചും ഇന്ന് ഒരു 8-10 ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. ബാക്കിയുള്ള കുട്ടികൾക്ക് ഉമ്മ കൊടുക്കാപ്പങ്ങൾ ആരെയും ഏർപ്പാടാക്കിയത്? അവർക്കിത് കിട്ടണമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം ഇതാണ്. ഉമ്മാരെന്നെ ഇങ്ങനെ കൈവൊക്കി കഴിഞ്ഞാൽ വാപ്പാരെ കഥ എടുക്കാനല്ല. വാപ്പാർക്കാണെങ്കിൽ പെരും തിരക്കാം, 1 മിനിറ്റ് ഒഴിവില്ല. റഫീഖ് സാറല്ലേ, 1 മിനിറ്റ് ഒഴിവില്ല, പെരുമ്പാച്ചില്ല. ഇവൻ്റെ നാളെ വൈകുന്നേരം 3 മണി, നാളെ കഴിയില്ല, മറ്റന്നാൾ രാവിലെ 10 മണി. ഫിറോസിനൊക്കെ കിട്ടണമെങ്കിൽ 1 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. ഫിറോസ് ഇപ്പോൾ പകുതി അരിക്കൊട്ടരനാണ്, നിങ്ങൾക്ക് അറിയിരിക്കാം, മുമ്പ് വേർപാടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, ഭയങ്കര തിരക്ക്. ഞാൻ വളരെ കൗതുകത്തോടു കൂടി പറയട്ടെ, ഈ തിരക്ക് പിടിച്ചിറക്കുന്ന ഒരാളോട് പോയിട്ടൊരു 10,000 റുപ്യ വായ്പ വെച്ചല്ല. ഇന്ന് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ പരക്കം പാച്ചിൽ പായുമ്പോൾ എന്തോ സമ്പാദിക്കുന്നുണ്ട് വിചാരിച്ചും. 1,000-2,000 ആവും ഇല്ല, പിന്നെ എന്തിനു പായത് നായ്പാച്ചിൽ. അപ്പോൾ ഇങ്ങനെ ഒരു പാച്ചിൽ പായുന്നതുകൊണ്ട് കുട്ടികൾക്ക് അവിടെ നഷ്ടപ്പെടുന്ന ഒരു കൂട്ടരേ ഉള്ളൂ, അത് കുട്ടികളാണ്. പെണ്ണുങ്ങളൊക്കെ പിന്നെ എന്താ വെച്ചാൽ എന്തെങ്കിലും പിടിച്ചു വാങ്ങിയോണ്ടൊക്കെ നിർത്തും, ചോദിച്ചും വാങ്ങിയൊക്കെ ചെയ്യും. പക്ഷേ കുട്ടികൾക്ക് നിഷ്കളങ്കരാണ്. വാപ്പ വന്നെങ്കിലേ കുട്ടികൾക്ക് വാപ്പയുള്ളൂ, അല്ലാതെ വാപ്പാനെ ഉണ്ടാകണമെന്ന് പറയാനൊന്നും കുട്ടിക്ക് കഴിയില്ല. അപ്പം ഇതെന്തിനത് പറയണമെന്ന് വെച്ചാൽ, കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അത് വളരെ ഗംഭീരമാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളുമായിട്ട് ഞങ്ങൾ ഒരുപാട്, ഇപ്പം നബീൽ സാറ് പോയവരുണ്ട്, ഞങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരുപാട് സംസാരിച്ചതാണ് പണ്ട്. അതേ മൊയ്സിൻ സാറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് ഈ കുട്ടികളെ നമ്മൾ പരുവപ്പെടുത്തിയെടുക്കുന്നത്. ഒരു കുട്ടീനെ ചെറുപ്പത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തും പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിനേക്കാൾ ഉപരി അവർ പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില ചുറ്റുപാടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പ്രാഥമികമായ കാര്യമാണ് ആ കുട്ടികളെ നമ്മൾ ഈ ഇൻറ്റിമസി ലൈനിൽ നിൽക്കുന്നുണ്ട്. എന്താ ഇൻറ്റിമസി ലൈൻ എന്ന് പറഞ്ഞാൽ? ഒരു അകൽച്ചയുണ്ടല്ലേ. ഇപ്പം കുട്ടികൾ അധ്യാപകരൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്കിടയിലൂടെയൊക്കെ വരും. ആ അധ്യാപകൻ എത്ര ദൂരം നിൽക്കണം എന്നതിന് നിയമമുണ്ട് അല്ലേ? 2 അടിയോ 3 അടി വിട്ടൊക്കെ നിൽക്കണം എന്നാണ്. മാതാപിതാക്കൾ നിൽക്കേണ്ടത് എത്ര അടി വിട്ടാ? അങ്ങനെ ഉണ്ടോ? ഇല്ല, 30 സെൻറ്റിമീറ്റർ ഉള്ളിൽ നിൽക്കണം എന്നാണ്. അതാ ഇൻറ്റിമസി ലൈൻ എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ കുട്ടികളെ മാതാപിതാക്കൾ ഇൻറ്റിമസി ലൈനിലില്ല. വലുതാകുന്നതോടുകൂടി കുറച്ചിങ്ങനെ പ്രായം ഒരുപാടൊന്നും വേണ്ട, 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും കുട്ടികളിങ്ങനെ ആ ഇൻറ്റിമസി ലൈനിൽ കുട്ടികളില്ല, അവരകലത്തിലാണ്. മുമ്പ് ചെറിയ വീടും കാര്യമൊക്കെ ആയിരുന്നു, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻറ്റിമസി ലൈനിൽ നിൽക്കല നിവൃത്തി ഉണ്ടായിരുന്നില്ല. തൊട്ടും തലോടിയില്ലേ, രാത്രി ഒന്നായിട്ടൊരു പായ വിരിച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങ് കിടക്കുക ചെയ്യാം മുമ്പൊക്കെ. ഇപ്പം അതല്ല, ഇപ്പോൾ വീടും വലിയ വീട് സംഭവം, ഓരോരുത്തർക്കും ഓരോ റൂം, ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകണമാണ്. യാതൊരു ബന്ധവും വീട്ടുകാർക്കുള്ളിൽ തന്നെ ഇല്ല. മുമ്പ് വീടില്ലായിരുന്നു, പക്ഷേ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്ന് വീടുണ്ട്, പക്ഷേ ആ ഒരു ഫീലില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻറ്റിമസി ലൈനിൽ നമുക്ക് നമ്മളെ കുട്ടികളെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾക്ക് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്താൽ എന്താ ഗുണം? ആ കുട്ടികൾ അതുപോലെ തന്നെ വളരും. നമുക്കറിയാമല്ലോ, ചെറിയ കുട്ടികൾ ഏത് രീതിയിലാണോ നമ്മൾ കണ്ടെയ്ൻ ചെയ്യുന്നത്, വെള്ളം പോലെയാണ് അവർ. ഏത് പാത്രത്തിലെടുക്കുന്നോ ആ പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് അവർ വരും.
പിന്നെ അങ്ങനെ വലുതാണതിനനുസരിച്ചിട്ട് അത് ഇങ്ങനെ ദ്രാവക രൂപം സെമി സോളിഡായിട്ട് പിന്നെ സോളിഡ് രൂപത്തിലേക്ക് അവരെ വ്യക്തിത്വവും സ്വഭാവമൊക്കെ മാറുമ്പോഴേക്കും അതിന് മുമ്പേ നമ്മൾ അവർക്ക് കണ്ടെയ്ൻ ചെയ്യേണ്ട പാത്രത്തിൻ്റെ ഷേപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മതം, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, ഇതൊക്കെ അത്തരം സംഭവങ്ങൾ, അതിനുള്ളതാണ് മദ്രസയും കാര്യമൊക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പരുവപ്പെടുത്തി പാകപ്പെടുത്തി 15-18 വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടിയെ ഏത് രീതിയിലാണോ മോൾഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ആക്കി കൊടുക്കാനുള്ള തത്രപ്പാടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതാണ് സ്കൂളും മദ്രസൊക്കെ ചെയ്യേണ്ടത്. ഒരു കുട്ടിയുടെ കഴിവുകളെ പുറത്തെടുത്തുകൊണ്ടും ആ കുട്ടിക്കത് ബോധ്യപ്പെടുത്തിക്കൊണ്ടും ആ കുട്ടിയിൽ നല്ല സൽസ്വഭാവങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു, വിദ്യാഭ്യാസമൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ അതിന് ധാർമ്മിക മൂല്യങ്ങളില്ല. എല്ലാം പഠിച്ച ആൾക്കാരാണ്. സ്വന്തം മാതാപിതാക്കളോടൊക്കെ പല നീതികേട് കാണിക്കുന്നതൊക്കെ വിദ്യാഭ്യാസത്തിൽ കുറവൊന്നുമില്ല. അവനും A+B² = A²+2B+B² ഒക്കെ അവനും അറിയാം. പക്ഷെ അതുകൊണ്ട് കാര്യമല്ല. പക്ഷെ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തക്ക രീതിയിലേക്കുള്ളൊരു ധാർമ്മിക ഔന്നിത്യം, അതാണ് നമ്മളെ മതപരമായ നമ്മുടെ മദ്രസയിൽ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അതിൻ്റെ നിലനിൽക്കേണ്ടത് അതിൻ്റെ പരീക്ഷണശാലകളും മദ്രസകളല്ല, അത് വീടാണെന്ന് മനസ്സിലാക്കുക. മദ്രസയിൽ നമ്മൾ തിയറി പഠിപ്പിച്ചു കൊടുക്കും. ആ തിയറിയുടെ പ്രാക്ടിക്കൽ എവിടെ നടക്കണം? അത് വീട്ടിൽ നടക്കണം. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു സ്വഭാവമായിട്ട് നമ്മൾ പറയും, രാവിലെ എത്ര മണിക്ക് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മദ്രസയെ പഠിപ്പിക്കും. അഖ്ലാഖ് ഒരു വിഷയം തന്നെ ഉണ്ടാവും അവിടെ, സ്വഭാവത്തിനെ കുറിച്ചൊക്കെ. പക്ഷേ ആ സ്വഭാവങ്ങൾ വലിയവരെ കാണുമ്പോൾ ബഹുമാനിക്കണം, ചെറുകളെ കാണുമ്പോൾ സ്നേഹിക്കണം എന്നൊക്കെ കുട്ടികളെ പഠിപ്പിക്കും. കുട്ടികളതൊക്കെ പഠിക്കുകയും ചെയ്യും, മാർക്കും വാങ്ങും, അവർക്ക് നമ്മൾ കപ്പും ഒക്കെ കൊടുക്കും. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്ന തലത്തിൽ കുട്ടികൾ പരാജയപ്പെടുന്നു. അതെന്താ കാരണം? കാരണം എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ഉമ്മയും ബാപ്പയും വീട്ടിൽ കാണിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പം ബാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വേറെ കുട്ടികളോട് ഇരിക്കുമ്പം ഈ പിതാവ്, അതായത് എൻ്റെ ബാപ്പ വരുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്നെ നോക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ ബാപ്പാനെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കളത് കോപ്പി ചെയ്യും. ഇതിലെന്താ സംശയം? അതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ വാപ്പ വരുന്ന സമയത്ത് ഞാൻ അത് എങ്ങനെയാണോ വാപ്പാനോട് പെരുമാറേണ്ടതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാവുക. മദ്രസയിൽ വാപ്പല്ലേ കാണുമ്പോൾ ബഹുമാനിക്കണം, എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അറിയാം. അപ്പോൾ ആ കാണിച്ചു കൊടുക്കേണ്ട പരീക്ഷണശാലകൾ വീടാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നമ്മളത് കാണിച്ചു കൊടുക്കാതിരിക്കുന്നത്, അതാണ് സാമീപ്യമില്ലെങ്കിൽ, ഇൻറ്റിമസി ലൈനിൽ കുട്ടികളില്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ നിന്ന് പോവും. അവർ പഠിക്കും, പഠിച്ച കാര്യങ്ങൾ മനസ്സിലുണ്ടാകും, ഇതെന്താണെന്നറിയില്ല അവർക്ക്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ കുട്ടികളെ നമ്മൾ നിർത്തേണ്ട നമ്മുടെ ഏറ്റവും അടുത്ത രീതിയിലാണ്. അത് 13 വയസ്സ് വരെ കുട്ടികൾ അവിടെ നിൽക്കും. അത് അവരെ അതിനു വേണ്ടി കണ്ടീഷൻ ചെയ്ത് വിട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് കുട്ടികളെ വളർത്തിയത്. കുട്ടികളുണ്ടാവുക ചെറിയ ചെറുപ്പത്തിൽ ഇങ്ങനെ വന്ന് 13 വയസ്സ് ടീനേജിലേക്ക് എത്തുമ്പോഴേക്കും ആ പ്രായം വരെ കുട്ടി ഉമ്മാൻ്റെയും ഉപ്പാൻ്റെ അടുത്തുനിന്ന് വിടുകയില്ല. ആ സ്റ്റേജിനെ വിളിക്കുന്നത് ഡിപ്പെൻഡൻറ്റ് സ്റ്റേജ് എന്നാണ്. സ്റ്റീഫൻ ആർ കോവൈൻ്റെ ഒരു പുസ്തകമുണ്ട്, 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. നിങ്ങൾ പറ്റും, നല്ല ബുക്കാണ്. അതിനകത്ത് പറയുന്നുണ്ട് 3 സ്റ്റേജാണ് മനുഷ്യന്. ഒന്നാമത്തെ സ്റ്റേജ് ഡിപ്പെൻഡൻറ്റ് സ്റ്റേജാണ്. ആ ഡിപ്പെൻഡൻറ്റ് സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളത്. ആ ഡിപ്പെൻഡൻറ്റ് സ്റ്റേജിലെ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ നിന്ന് കൊടുക്കണം. ആ കുട്ടി എപ്പോഴും നമ്മളെ തന്നെ പ്രതീക്ഷിക്കും. ഞാൻ ചോദിക്കട്ടെ, സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾ ആരെ വിളിച്ചിട്ടാണ് വരിക? അല്ലേ, സ്കൂൾ വിടുന്ന നേരം ഇപ്പോൾ 4 മണിക്ക് സ്കൂൾ വിടുകയാണെങ്കിൽ എന്തായിരിക്കും സ്കൂളിൻ്റെ ഒരു അവസ്ഥ? ആ 4 മണിക്ക് ക്ലാസ്സിൻ്റെ 3:55 എന്തായിരിക്കും ക്ലാസ്സിൻ്റെ സ്ഥിതി? 4 മണിക്ക് സ്കൂൾ ലോങ് ബെല്ലടിക്കുമെങ്കിൽ 3:55 ആകുമ്പോൾ ക്ലാസ് മുറിയിലൊക്കെ എന്താ സംഭവിക്കുക? എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ബെല്ലടിക്കട്ടെ അറിഞ്ഞിരിക്കുമോ? ഇല്ല. 3:55 ആകുമ്പോഴേക്കും പെട്ടിയൊക്കെ നോക്കി ആ വാതിലിൻ്റെ അടുത്ത് ഓണിയർമാർക്ക് തന്നെ നിൽക്കുന്നുണ്ടാവും. ബെല്ലണ്ട് അടിക്കുന്നതോട് കൂടി ഒരു ഒറ്റ പാച്ചിലാണ് കുട്ടികൾ. ബസ്സിൽ പോകണമെങ്കിൽ ബസ്സിലുണ്ടാവും. ഞങ്ങൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ പിന്നെ ഒരു ഓട്ടാണ്. ഞാൻ ആ ഓടുന്ന സമയത്ത് ഒരു പിതാവ് എന്നുള്ള നിലയിൽ നെഞ്ച് പൊട്ടണ നേരാണത്. എന്താ കാരണം അറിയോ? എന്താ കാരണം? ഒന്നുമില്ല. ആ കുട്ടിൻ്റെ ഡ്രസ്സും യൂണിഫോമും ബുക്കൊക്കെ വാങ്ങിക്കൊടുത്ത വാപ്പയായിരിക്കും. പക്ഷെ ഒരു ഒറ്റ കുട്ടി ബാപ്പയെ സ്കൂളിൽ വരുന്നത് ഞാൻ കണ്ടില്ല. നിങ്ങളെന്നെ കണ്ടണോ? അല്ലെ, ഒരു പിതാവ് എന്നുള്ളത് നമ്മൾ പോയത്തക്കാരാണ് നേരാണത്. എല്ലാവരും മാറി വരുന്നതാണ്. സാരല്ല, പോട്ടെ. അങ്ങനെ വരുമ്പം എന്താ അതിൻ്റെ അർത്ഥം? എന്താ? കുട്ടി പ്രതീക്ഷിക്കുന്നത് ഉമ്മയെയാണെന്ന് അതിനർത്ഥം. അതിൽ തെറ്റുമില്ല. ഞങ്ങളാണ് തമാശ പറയാം. നമ്മൾ ഇന്നെ വിളിച്ചു വന്നിട്ട് കാര്യം നമ്മളോടല്ലല്ലോ. ഉമ്മാനെ വിളിച്ചു വരുമ്പോൾ അവിടെയാണ് ഈ ഇൻറ്റിമസി, ഉമ്മാൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടോയെന്ന് ഉറപ്പിക്കണം എന്നാണ് പറയാം. എന്താ ഉണ്ടെങ്കിൽ വേണ്ടത്?
അങ്ങനെ ഉമ്മ സാധാരണഗതിയിൽ വീട്ടിലും ഉമ്മ അവിടെ ഇല്ല, ഉമ്മച്ചി ഇവിടെയില്ല. പല സ്ഥലത്തും നോക്കി, പിന്നാമ്പുറത്ത് നോക്കി, അടുക്കളയിൽ നോക്കി, ആരെയും നോക്കി, ഇറയപ്പുറത്ത് നോക്കി, എവിടെ നിന്നും ഉമ്മല്ല. അവസാനം അയലോക്കത്ത് വിളിച്ചു ചോദിക്കും, എൻ്റെ ഉമ്മച്ചിൻ്റെ ആരെ ഒരു വിളിച്ചു ചോദിച്ചാല. ഇത് പറ്റൂല. വെച്ചാൽ മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞെന്താ അറിയോ, സ്കൂൾക്ക് പോകുമ്പോൾ ഉമ്മ എവിടെ നിന്നോ അവിടെ തന്നെ സ്കൂളിൽ വരുമ്പോൾ കുട്ടി ഉമ്മാനെ പ്രതീക്ഷിക്കുമല്ലോ. കുട്ടികളുടെ മനഃശാസ്ത്രം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്നൊക്കെ കുട്ടികളെ കടത്തി വിട്ടെടുത്താൽ ആ കുട്ടി പോകുമ്പോൾ ശ്രദ്ധിച്ചോ കൊണ്ടു ആ കുട്ടി എന്നാൽ പോട്ടട്ടന്മാരിന് പോയിട്ട് 2 അടി കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു വെക്കുമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചണോ? അത് കുട്ടികൾ മാത്രമല്ല, നമ്മുടെ ഇഷ്ടമല്ലൊക്കെ പോകുമ്പം അങ്ങനെ ഒരു മനഃശാസ്ത്രം ഉണ്ട്. പുതിയാപ്പിള്ളാരും ഒക്കെ പോകുമ്പോൾ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ കച്ചറുണ്ടാക്കാൻ വേണ്ടി പറയല്ലോ കേട്ടോ. ചിലപ്പോൾ അങ്ങനെ പോണ സമയത്ത് ഇപ്പോൾ വണ്ടിയൊക്കെ ബൈക്കൊക്കെ എടുത്ത് പോകണമെങ്കിൽ ഗിയറൊക്കെ മാറ്റി പോയി ഒന്നാണ് മൂവ് ചെയ്യുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമല്ലോ. ഈ വല്ല ടെൻഷനിൽ തിരക്കലൊക്കെ ആണെങ്കിൽ തിരിഞ്ഞു നോക്കുമല്ലോ കേട്ടോ. ഈ തിരിഞ്ഞു നോക്കിയാലും കച്ചറുണ്ടാക്കണ്ട, ഞാൻ അതിന് പറയില്ല. അപ്പോൾ കുട്ടികളെങ്ങനെ ഉണ്ട്, ആ പോണ പോക്കിൽ ഒരു തിരിഞ്ഞോട്ടുണ്ട്. ആ നോക്കുന്ന സമയത്ത് കുട്ടി എവിടെയാണോ, അമ്മ എവിടെയാണോ നിൽക്കുന്നത്, സ്കൂളിൽ വരുമ്പം ഉമ്മ എന്ന് പറഞ്ഞൊക്കെ ഈ ചെറിയ കുട്ടി, ഞാൻ പറയുന്നത് 5-6 വയസ്സുള്ള കുട്ടികളെ കുറിച്ച്, 8 വയസ്സുള്ള കുട്ടികളെ കുറിച്ചാണ്. അവർ ഉമ്മാനോട് പ്രതീക്ഷിക്കും. ഇതില്ല. ഞാൻ അഥവാ ഉമ്മ ഉണ്ടെങ്കിൽ ഇപ്പം എന്താ സ്ഥിതി, സ്കൂളിൽ വരുമ്പോൾ അമ്മ വീട്ടിലുണ്ടായിരിക്കാം. ഇവനൊക്കെ പാടെ ഓടിന് വരും. ഓനെന്താ ആവശ്യം, ഈ കുട്ടിക്ക് എന്താ ആവശ്യം? കുട്ടിക്ക് ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. ആ കുട്ടി എവിടെയോ പോയിട്ട് വരുന്ന സമയത്ത് അറിഞ്ഞ് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു 30 സെക്കൻഡിൻ്റെ ഒരു ഹഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 30 സെക്കൻഡ് ഒരു കെട്ടിപ്പിടുത്തം, ഒരു പിടുത്തം, ഒരു ഇറുകലും, റിലാക്സ്, അത്രേ വേണ്ടൂ. പക്ഷെ അതിനു വേണ്ടി കുട്ടി ഓടിന് വരുമ്പം മുന്നുകലും അല്ല. അഥവാ അമ്മ ഉണ്ടെങ്കിലോ, ഉമ്മ ഉണ്ടെങ്കിലാണ് അമ്മ ആ കുട്ടീന് വരുമ്പോൾ 2 അടി വിട്ടുകിട്ട് നിന്നിട്ട് എന്നെ നിറം കണ്ടില്ലേ, പല കണ്ണൂട്ടാൻ പോയ 4 ചാട്ടോ, അവൻ്റെ നിറഞ്ഞാലൊക്കെ മാറിയിട്ടുണ്ടാവും. അതിനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. ആ കുട്ടി എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് പണി ഉണ്ടെങ്കിലും മാറ്റി നിർത്തി ഹഗ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു 10-30 സെക്കൻഡ് നേരം ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയിലുണ്ടാകുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ കെട്ടിപ്പിടുത്തത്തിന് മനഃശാസ്ത്രമുണ്ട്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നും ആ ഒരു പ്രൊട്ടക്ഷനാണ്. എന്താ കെട്ടിപ്പിടുത്തത്തിൻ്റെ മനഃശാസ്ത്രം? എന്താ കെട്ടിപ്പിടിക്കപ്പെടുമ്പോൾ തോന്നാ? ബി സീരിയസ്. എന്ത് തോന്നും? നമ്മളെ കെട്ടിപ്പിടിക്കാൻ അർഹതയുള്ള ഒരാൾ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കപ്പെട്ടാക്ക് എന്ത് തോന്നും? എന്താ തോന്നാ? ആശ്വാസം തോന്നും, സമാധാനം തോന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും അതിൻ്റെ ഉത്തരം ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുമെന്നാണ് അല്ലേ? അവിടെ കുട്ടികളൊക്കെ എവിടെ പോയി വന്നാലും, സ്കൂളിൽ നിന്നല്ല, ഉമ്മാൻ്റെ അടുത്തുനിന്നും ഉപ്പാൻ്റെ അടുത്തുനിന്നും ഒന്ന് വിട്ടുപോയി വേറെ എവിടെയെങ്കിലും പോയി വന്നു അവൻ്റെ താല്പര്യത്തിന് പോയാലും ശരി, തിരിച്ചു വരുന്നതോടുകൂടി, അതാ ചില കുട്ടികൾ വിരുന്നൊക്കെ പോയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ല കുട്ടികളെ, നല്ല കുടുംബമൊക്കെ തന്നെയാണ്, എന്നാലും അങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കും? ഈ കുട്ടിക്ക് വേണ്ട എന്താ, ആ കുട്ടി ഇങ്ങനെ ഉമ്മാനിപ്പോൾ ഒറ്റ കെട്ടിപ്പിടുത്തം കിട്ടിയാൽ അപ്പോൾ അങ്ങനെ അടങ്ങിയാടെ നിന്നേരും. ഈ ഒരു നിൽപ്പിനുള്ള ഒരു സമയം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്താൽ എന്താ സുഖം? അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റിയാൽ അതിങ്ങനെ കുട്ടി വലുതാണതിനനുസരിച്ചിട്ട് അതിങ്ങനെ തുടരണം. എത്ര വയസ്സുള്ള കുട്ടികളെ കെട്ടിപ്പിടിക്കുക എന്ന് ചോദിച്ചാൽ പല ആൾക്കാരും പറയും വലുതായ കുട്ടികളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. എത്ര 70 വയസ്സുള്ള അമ്മക്ക് 30 വയസ്സുള്ള 50 വയസ്സുള്ള മകളെ കെട്ടിപ്പിടിക്കാം, പാപ്പാനെയും കെട്ടിപ്പിടിക്കാം. അതിനൊന്നും കുഴപ്പമില്ലല്ലോ. ആരും ഇതൊക്കെ ഓടിപ്പിച്ച്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈ 16, 17, 18 വയസ്സൊക്കെ കാണുന്ന സമയത്ത് നമുക്കിവിടെ കാണുന്ന പ്രതിഭാസം ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ വാപ്പയുമായിട്ട് ഇങ്ങനെ ബന്ധം ആദ്യമേ വിച്ഛേദിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറയണത് സമ്മതിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാം. അതായത് 8 വയസ്സ് വരെ കുട്ടി ഡിപ്പെൻഡൻ്റ് സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് തന്നെ ചെയ്താലും കുട്ടി ഉമ്മാനെ വാപ്പാൻ്റെ അടുത്തേക്കും. നമ്മളിപ്പോൾ കുട്ടികളെ തല്ലിയാൽ പോലും ആ കുട്ടി എന്ത് ചെയ്യും? 6 വയസ്സ് 7 വയസ്സിലെ കുട്ടിക്ക് നല്ല അടി കൊടുത്താൽ എന്താ നൂലൊഴിച്ചാണ്ട് പിന്നെ മാറിനി അടിച്ചണം മാൻ്റെ അടുത്തേക്ക് തന്നെ വരിക. അതാ ഡിപ്പെൻഡൻ്റ് സ്റ്റേജിൻ്റെ പ്രത്യേകത. 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് തല്ല് കിട്ടുന്ന കണ്ടാലോ മാറിഞ്ഞ് വരുമോ? ഇല്ല, ഓടുക ചെയ്യുക. അതെന്താ? അത് 2ാമത്തെ സ്റ്റേജ്. ഇറ്റ് ഈസ് കോൾഡ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജ്. അപ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജിലേക്ക് എത്തുന്നതാണ് വളർച്ച. അപ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴും കുട്ടി ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയാലും നേരത്തെ നമ്മൾ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് കൊണ്ട് നടന്നിട്ടുള്ള ഒരു മാതാവിന്, അവിടെ ആ പിതാവിന് അവിടെ ആ ഇൻറ്റിമസി ലൈനിൽ തന്നെ ഒരു സ്വാധീന വലയം ഉണ്ടാകും. ആ കുട്ടി ഒരിക്കലും എന്താ പറയുക, പ്രായോഗിക തലത്തിൽ അകൽച്ച കാണിക്കുമെങ്കിലും അവർ നമ്മൾ അന്തർധാര ശക്തമായിരിക്കും. നിങ്ങൾ അങ്ങനെ തമാശ അറിയില്ല, നിങ്ങൾ പ്രതിലോമ ശക്തികൾ ഇങ്ങനെ പ്രകൃതിയെ അകലത്തിലാണെങ്കിലും അന്തർധാര ശക്തമായിരുന്നു എന്ന് പറയൽ തമാശയിൽ. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കൊണ്ട് നടന്ന് വലുതായി കഴിഞ്ഞാൽ അവർ വലുതാണോടുകൂടി അവർ മെച്യൂരിറ്റി അവർ കാണിക്കുമെങ്കിലും വാപ്പിമ്മിയും തമ്മിൽ ആ ലോക്ക് അവിടെ കറക്റ്റായിരിക്കും. എവിടെ പോയാലും കുട്ടികൾ പറയും ഇപ്പം എവിടെ ഉള്ളതെന്ന് പറയും. എന്നപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് ഇന്ന് എന്താ പറയുക എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ക്ലാസ്സിലെടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എടാ നിങ്ങളെ പറ്റി നിങ്ങളെ അമ്മക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചാൽ കുട്ടികളൊക്കെ തല താഴ്ത്തുക ചെയ്യാം. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകും.
ആ ചില സമയത്ത് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കേണ്ടി ചോദിക്കും, നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാക്കണം. ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ട് നമുക്ക് അഭിപ്രായം ഉണ്ടാകേണ്ടത് ആരാ? നമ്മളെ ഉമ്മ നമ്മളെപ്പറ്റി എന്ത് പറയുന്നുള്ളതാണ്. അങ്ങനെ ഈ 15, 18 വയസ്സുള്ള കുട്ടികളോട് നിങ്ങളെ ഉമ്മാക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുട്ടിക്കും വ്യക്തമായ അഭിപ്രായം പറയാനില്ല. എന്താ കാരണം? ഉമ്മ അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. രേഖപ്പെടുത്താൻ ഇപ്പം നിന്നോടുത്തിട്ടില്ല. അപ്പം വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു രംഗം ഇത് നമ്മളെ സമുദായത്തിൽ നിർബന്ധമായിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാധനമാണ്. അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, നിങ്ങൾ കെട്ടിപ്പിടിച്ച ആൾക്കാർ കുറവാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ദൂഷ്യവശങ്ങളാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന മറ്റു പല വിഷയങ്ങളൊക്കെ. ഇന്നിപ്പം യുവാക്കളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന എല്ലാ കലാമിറ്റികളുടെയും തുടക്കം ഞാൻ പറയുന്നത് ഈ ഇൻറ്റിമസി ലൈൻ്റെ അകത്തു നിന്നും മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾ തമ്മിലുള്ള അകൽച്ചയാണ്. അവരിങ്ങനെ അകലാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ലക്ഷണം 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലെത്തുമ്പോഴത്തേന് കാണുകയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ബാപ്പയുമായിട്ടുള്ള ബന്ധങ്ങൾ കുറവാണ്. എക്സാമ്പിൾ ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ടാവും, ഇപ്പോഴും ആ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എന്താ ഇപ്പോൾ ചെയ്യുക? 10ലോ 12ലോ പഠിക്കണ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സ്കൂളിൽ പോകുമ്പോൾ ഒരു 100-200 റുപ്യ ആവശ്യമുണ്ടെങ്കിൽ ആ കുട്ടി വാപ്പ ഉണ്ടെങ്കിൽ തന്നെ വാപ്പാനോട് ചോദിക്കുമോ? ഹലോ, കുട്ടിക്ക് ഒരു 100 റുപ്യ ആവശ്യമുണ്ട്, വാപ്പാട് ഇരിക്കുന്നുണ്ട്, കുട്ടി ആരോടാ ചോദിക്കുക? വാപ്പാനങ്ങ മുഖം തിരിച്ച് ഉമ്മ ഒരു 100 റുപ്യ എങ്ങനെ ഓനെ ആരോട് ഉമ്മാനോട് വാങ്ങിത്തരാൻ പറയാ ചെയ്യാം. അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം അതാണ്. ഈ ലക്ഷണക്കേട് ആരംഭിക്കൽ അവിടെ നിന്നാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര സ്ത്രീ ശാക്തീകരണമൊക്കെ ആയിട്ട് പെണ്ണുങ്ങൾ ഇപ്പോൾ ഭയങ്കര ഉത്തുംഗതയിലാണ്. അതുകൊണ്ട് ഉമ്മ ഒരു 100 റുപ്യ വാങ്ങി തന്നാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉമ്മ എന്താ പറയേണ്ടത്? എന്നോട് ചോദിക്കണത് എനിക്കെന്നെ 100 വാപ്പ തന്നിട്ടാണ്, വാപ്പ അവിടെ വാപ്പനോട് ചോദിച്ചു നോക്കുമെന്ന് പറയുന്നതിന് പകരം ഇവള് ഭയങ്കര ആളപ്പം, അതുകൊണ്ട് ഓള് വലിയ ആളായി നോക്കിയാണേ ഓനെ 300 റുപ്യ വേണേലോ. ഇപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞ ഓള് മലയാളത്തിലാക്കി കൊടുക്കും. അവിടെയാണ് വാപ്പാൻ്റെ തനി സ്വരൂപം പുറത്തുവരുന്നത്. എന്നാൽ പിന്നെ വാപ്പ ചോദിക്കണ്ടേ, മകരത്തോടെ എനിക്ക് പൈസ വേണോ എന്ന് ചോദിക്കണില്ല. പകരം എന്ത് ചെയ്യും? ഈ വാപ്പ ഉമ്മാടെ പറയാം, എന്തിനാ പോയി 100 റുപ്യ, ഇങ്ങനെയല്ല ഇങ്ങനെ പോവുക. അതാണ് അകൽച്ച. അവിടുന്ന് തുടങ്ങി. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം എന്താ? ഞാൻ പറയുന്നത് ഈ കെട്ടിപ്പിടിക്കലും അടുത്ത് പിടിക്കലും ഈ ഇൻറ്റിമസി 30 സെൻറ്റിമീറ്ററിനകത്ത് ബാപ്പയും മക്കളും ഉമ്മയൊക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാം. ഇപ്പോൾ വീട്ടിലേക്ക് കയറി വരിക കുട്ടികൾ, വാപ്പ അവിടെ ഉണ്ട്, അസ്സലാമു അലൈക്കും, അസ്സലാം, ഒന്ന് അടുപ്പിച്ച് വിട്ട്. അതിന് വാപ്പ വരുന്ന സമയത്ത് മക്കൾ പഠിക്കുന്നുണ്ട്, ഒന്ന് പോയി തലോടി ഒരു നെറ്റിമലൊരു ഉമ്മൊടുത്ത്, അങ്ങനെ ഒരു തൊട്ടും തലോടി, ഇങ്ങനെ അത് കാട്ടിക്കൂട്ടലുമായി ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ആ കുട്ടി പുകവലിക്കാനോ മദ്യപിക്കാനോ പോവോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് തുടക്കം എങ്ങനെ ഉണ്ടായാൽ ആരോ ഒന്ന് കൊടുക്കുമ്പം വലിക്കുമ്പം ഇത് മണക്കുമ്പം അപ്പോൾ ഓർമ്മ ബാപ്പ ഉമ്മ തരും, വേണ്ട, ഇത്രയൊക്കെ മതി. അന്ന് ആ 15-16 വയസ്സിൽ എത്ര ഒരു ബന്ധം മതി. ആ ബന്ധം സൂക്ഷിക്കാൻ സാധിച്ചാൽ ഈ നമ്മളിപ്പോൾ ഇന്ന് നേരിടുന്ന എല്ലാ കലാമിറ്റിയുടെ തുടക്കം അവിടെ നിന്നാണ്. കുടുംബത്തിൽ നിന്നും എന്നും കുട്ടി അകലുന്നുവോ അല്പം അകൽച്ച കാണിച്ചാൽ ആ അകൽച്ചയിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ധാരാളം ഫില്ലേഴ്സ് ചുറ്റുവട്ടത്ത് നിൽക്കുകയാണ്. ഒരു കുട്ടിക്ക് എന്താണോ കുറവുള്ളത് തോന്നിക്കഴിഞ്ഞാൽ, ഈവൻ ഡ്രസ്സ് തന്നെ കുറവ് കണ്ടു കഴിഞ്ഞാൽ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ ചുറ്റുവട്ടത്ത് ആൾക്കാരുണ്ട്. അവനെന്താണോ കുറവ്? അവന് പോകാൻ യാത്ര ചെയ്യാൻ വണ്ടിക്കാണോ കുറവ്, അതല്ലെങ്കിൽ അവൻ്റെ യാത്രാ സൗകര്യങ്ങൾക്കാണോ കുറവ്, അത് നികത്തി കൊടുക്കാൻ ഈ ക്യാമ്പസിൻ്റെ പുറത്ത് ആളുണ്ട്. അവന് സ്നേഹവും ബഹുമാനവുമാണോ കുറവ്, അത് കൊടുക്കാൻ ആളുണ്ട്. അവന് പൈസക്ക് കുറവുണ്ട്, അത് കൊടുക്കാൻ ആളുണ്ട്. നിങ്ങളെന്താ ഒക്കെ നമ്മൾ കൊടുത്തെങ്കിലേ കിട്ടുള്ളൂ വിചാരിക്കണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ കൊടുത്തെങ്കിലേ അവനോ അവൾക്കോ അത് കിട്ടാവൂ എന്ന് നമ്മൾ വാശി പിടിക്കണം. എൻ്റെ കുട്ടിക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കുട്ടി എന്നോട് ചോദിക്കണം, നാട്ടുകാരോട് ചോദിക്കാൻ പാടില്ല. ആ ലെവലിലേക്ക് നിൽക്കണമെങ്കിൽ കുട്ടിക്ക് ചോദിക്കത്തക്ക രീതിയിലുള്ള ഒരു ലെവലിൽ വാപ്പ നിന്നു കൊടുക്കണം. അതാണ് നമ്മൾ ഉത്തരവാദിത്വം. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ടൈം വീട്ടിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഞാൻ പറയില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകേണ്ട ഒരു വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഉപ്പനോട് അല്ലെങ്കിൽ എൻ്റെ ഉമ്മനോട് എനിക്ക് എന്തും പറയാം, എന്തും ചോദിക്കാം എന്നുള്ള ആ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ആ കുട്ടികളെ നിലനിർത്താൻ പറ്റിയെങ്കിലേ കുട്ടികൾ ഇന്ന് ഡെവലപ്പ് ആകുന്നുള്ളൂ. അത് ഒരു ഭാഗം. അതിന് രണ്ടാമത്തെ വേർഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പറയാൻ സാധിക്കാത്ത കുട്ടികൾ ഞാൻ കണ്ടിട്ടുള്ളത് വലിയ വലിയ സ്വപ്നങ്ങളുള്ള കുട്ടികളുണ്ട്. കുട്ടികൾക്ക് എന്തൊക്കെയോ വലിയതൊക്കെ ആകണമെന്ന് ആഗ്രഹമുള്ള ചുരുക്കം ചില കുട്ടികളുണ്ട്. ആ കുട്ടികൾ മാതാപിതാക്കളോട് പറയുന്നില്ല എനിക്കിത് വേണം, ഇത് വേണം. അത് പറയാത്തതിൻ്റെ പേരിൽ ഇഷ്ടമില്ലാത്ത കോഴ്സിലേക്ക് പോകുന്ന ആൾക്കാർ, ഇഷ്ടമില്ലാത്ത കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ, പിന്നെ വലുതായതിനു ശേഷം പിന്നെ പറഞ്ഞിട്ട് വരുന്നുണ്ടോ?
ഈ ചെറുപ്പത്തിൽ പറയാൻ പറ്റാത്ത രീതി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ ആ ഇൻറ്റിമസി എന്ന് പറയുന്ന ആ വാക്കിനർത്ഥം കുടുംബത്തിൽ നമ്മൾ കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ കുട്ടികൾ പതുക്കെ പതുക്കെ നമ്മളോട് അകലും. പിന്നീടാണ് അതിൻ്റെ അകൽച്ചൻ്റെ വ്യാപ്തി കൂടുക. അതിനകത്തേക്ക് വേറെ എന്തെങ്കിലും ശക്തികൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുക്കാൻ കഴിയാത്ത വിധം അതങ്ങ് അകന്നു പോകും. അത് കുടുംബത്തിൻ്റെ എന്നല്ല, മതപരമായ, സാംസ്കാരികപരമായ, ആചാരപരമായിട്ടുള്ള എല്ലാ തരം കലാമിറ്റികൾക്കും അത് തുടക്കമാകും. അതുകൊണ്ട് കുട്ടികളെപ്പോഴും നമ്മൾ അവരോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ചുറ്റുപാട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് പെരുമാറുക. ആ പെരുമാറ്റത്തിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. കുട്ടികൾക്കത് ഫീൽ ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ മുഖ്യമായ പങ്ക് എന്ന് പറഞ്ഞാൽ വീടാണ്. അവർ നമ്മൾ സംസാരിക്കുന്ന രീതികൾ, നമ്മളെ ഭാഷ, നമ്മളെ വൊക്കാബുലറി, പദപ്രയോഗങ്ങൾ, ഇതൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നത് വീട്ടിൽ നിന്നാണ്. മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും ഒന്നുമല്ല. അതൊക്കെ ഒരു പീരീഡ്, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ്. ബാക്കിയുള്ളതെല്ലാം കുട്ടിക്ക് കിട്ടുന്നത് വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരെന്താണോ ചെയ്യുന്നത് അത് കുട്ടി ഡിറ്റോ അടിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഉമ്മമാരെ കുട്ടികളിങ്ങനെ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ഏത് രീതിയിലാണ് പെരുമാറുന്നത്, നിങ്ങളെങ്ങനെയാണ് സംസാരിക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ ഉമ്മയോ അമ്മായിമ്മയോ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നത്, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് നമ്മൾ കാണുന്ന പ്രത്യേകത എന്താ വെച്ചാൽ അവർ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പറഞ്ഞിട്ട് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല, പറയാൻ കഴിയില്ല. പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഉപദേശിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർക്കല്ല, അമ്മക്ക് തന്നെ ഇഷ്ടമല്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾ ഉപദേശിക്കണത്? എനിക്കിഷ്ടമല്ല. നിങ്ങൾക്കുണ്ടോ? ഒരാളുകളെ വഴിയിൽ നിന്ന് കാണുമ്പോൾ ഒക്കെ ഉപദേശിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? എൻ്റെ അങ്ങനെയൊക്കെ ആയാൽ മതിയോ? രാവും പകലും ചോദിക്കുക. പിന്നെ അവനെ കാണുമ്പോൾ നമ്മൾ മാറും. ആ ഉപദേശം ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യണം? എന്താണോ കുട്ടിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ ചെയ്ത് ശീലിക്കണം എന്നാണ്. എങ്ങനെ ചെയ്യൽ? ആ ചെയ്തതേ കുട്ടികൾ ചെയ്യുള്ളൂ. നമ്മൾ പരീക്ഷണം നടത്തല്ല. നിങ്ങൾ പറ്റുമോ? നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കും. എല്ലാവരും വെറുതെ തമാശക്കാ പിടിച്ചോളി. ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും കൈ ഇങ്ങനെ ഉയർത്തി പിടിക്കുക, വിരലൊക്കെ ചേർത്ത് പിടിക്കുക. ഞാൻ പിടിച്ച മാതിരി പിടിച്ചോ? ഞാൻ പറയും പോലെ ചെയ്യണേ. ഓക്കെ, എല്ലാവരും ചെറിയറിലിങ്ങനെ ആക്കിയാട്ടെ. ഞാൻ എന്തെങ്കിലോട് പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞത്? ചെറിയറിലിങ്ങനെ ആക്കാനല്ലേ പറഞ്ഞു. നിങ്ങൾ എന്താ ആക്കാഞ്ഞ്? ഓക്കെ, ഇതന്നെയാണ് സംഭവം. വീട്ടിൽ സംഭവിക്കണ കാര്യമാണത്. ചെറിയറിലാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചെറിയറിലാക്കില്ല. ഞാൻ പറഞ്ഞതോടെ കേട്ടതേ ഇല്ല. മറിച്ച് എന്ത് സംഭവിച്ചു? നിങ്ങൾ കണ്ടതുപോലെ അങ്ങ് ചെയ്തു. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പകുതിയിലധികം ഉത്തരവാദിത്തം ആർക്കുള്ളതാ? അത് നമുക്കൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം മാറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യണം? രാവിലെ എണീക്കണോ? വീടിനങ്ങോട്ട് എഴുന്നേൽപ്പിക്കണം. പഠിക്കണോ? ആ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ബാക്കിയുള്ളവരും പഠിക്കുന്ന രീതി, എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിക്കുന്ന രീതി ഉണ്ടാക്കുക. പ്രത്യേകിച്ച് രാവിലെ എണീക്കണ സമയ പ്രശ്നം അല്ലേ? രാവിലെ സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട്. അവർക്ക് കുടുംബത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പുതിയാപ്പിളാരെ വിളിച്ചില്ല. പല പേരും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അവസാനം ആദ്യം നീക്കലാരാ വീട്ടിൽ? ആദ്യം നീക്കലാരാ? ഉമ്മ. അവസാനം ഓർക്കാലോ ആ ഉമ്മന്നെ. 2 കൊല്ലന്നെ. ഒന്ന് നമുക്ക് ഇട്ടുതരുമോ? അത് തരില്ല. കാരണം അവർ ഭയങ്കര സ്നേഹത്തിൻ്റെ ആൾക്കാരല്ലേ. അവസാനം ഉറങ്ങും, രാവിലെ നേരത്തെ നീച്ചിട്ട് പിന്നെ ഓള് പിന്നെ പുതിയാപ്പിള അങ്ങനെ കടന്നുറങ്ങുണ്ടാവും. ഓള് മെല്ലെ പോയിട്ട് ആ വാതിലൊക്കെ മെല്ലെ തുറന്ന് മെല്ലെ അടക്കും. എന്താ മൂപ്പര് ഉറങ്ങിക്കോട്ടെ. എന്നിട്ട് ഓള് പോയി ഒന്നുണ്ടാക്കി നിസ്കരിച്ച് ഓള് സ്വർഗത്തേക്ക്, മൂപ്പര് നരകത്തിൽ തന്നെ അല്ലേ? അങ്ങനെയൊക്കെയുള്ള ചില വീടുകളുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ഉറക്ക തുറന്നടക്കുക. വിളിച്ചാൽ ചിലപ്പോൾ ചവിട്ടിട്ടുള്ള പുതിയാപ്പിളാരും ഉണ്ട്. അപ്പം മെല്ലെ വാതിലൊക്കെ തുറന്ന് ഉറക്കടച്ച് വീടിനങ്ങോട്ട് ഉണർത്തുക. അങ്ങനെ ഉണർത്തി കഴിഞ്ഞാൽ 5 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ ഉണരുന്ന ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും ഉണർന്നിരിക്കും. അപ്പോൾ പിന്നെ ഉണർന്നതിനനുസരിച്ചിട്ട് പോകും. ഇതൊക്കെ ഇന്നൊക്കെ വലിയ ചലഞ്ചാണത്. ഞാൻ എന്നും കൂടി കൂട്ടിയാണ് പറയണത്. എന്തോ ഒരു ബുദ്ധിമുട്ടാണ് രാവിലെ. രാത്രി ഇങ്ങോട്ട് അയാത്താകാണ് ഇപ്പം. അതുകൊണ്ട് രാവിലെ നമുക്ക് നീക്കാൻ പറ്റണില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവവും അവരുടെ രൂപീകരണവും അവരുടെ ജീവിതത്തിലെ മറ്റുള്ള ആ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ആൾക്കാർ അവരെക്കുറിച്ച് പറയുന്നതും മനസ്സിലാക്കുന്നതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമതൊരു വേർഷൻ പറയാനുള്ളത് നമ്മുടെ മറ്റു കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളുടെ എന്നല്ല കുടുംബത്തിൻ്റെ മൊത്തം ഒരു ആരോഗ്യ വിഷയങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ചെറിയ കുട്ടികൾ പോലും ഇന്ന് പ്രമേഹത്തിലേക്കും ഷുഗറിലേക്കും അല്ലെ അങ്ങനെയൊക്കെ പോകുന്ന രീതിയുണ്ട്. അപ്പോൾ എവിടെ എന്തേ ഡെഫിഷ്യൻസി സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ മുൻ തലമുറക്ക് കിട്ടിയ പല കാര്യങ്ങളും പുതിയ തലമുറക്ക് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ 2 കുഴപ്പങ്ങളുണ്ട്. എന്താ കുഴപ്പം? നമ്മൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങോട്ട് പോവും. ഇന്ന് ആധുനിക ലോകം വൈദ്യശാസ്ത്രം പുരോഗമിച്ച് വലിയ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചികിത്സ ഭയങ്കര. അപ്പോൾ ചികിത്സിക്കാൻ എന്ത് വേണം? പണം വേണ്ടി വരും. അപ്പോൾ ഇപ്പം മുമ്പ് രോഗം വരും, ആൾ മരിക്കും. ഇന്നും രോഗം വരും, ചികിത്സിക്കും, മരിക്കും. അപ്പോൾ ചികിത്സിക്കണമെങ്കിൽ എന്ത് വേണം? ലൊക്കെ തോണ്ടിയിട്ടേ പോവുള്ളൂ.
അതുകൊണ്ട് കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ വിഷയം കുട്ടികളായതുകൊണ്ട് കുട്ടികൾക്ക് ഓർമ്മ നിലനിൽക്കാനും കുട്ടികൾക്ക് അവരുടെ റൂട്ടീനിൽ പോകണമെങ്കിലും അവർക്ക് ആരോഗ്യകരമായ ഒരു ജീവിത ശൈലി ഉണ്ടാക്കി കൊടുക്കണം. ഉറക്കം കുട്ടികൾക്ക് ഉറങ്ങുന്നുണ്ടോ എന്ന് നിർബന്ധമായിട്ട് പരിശോധിക്കണം. 8 മണിക്കൂർ, ഇപ്പോൾ ഇത്തരം കുട്ടികളൊക്കെ 8 മണിക്കൂർ ഉറങ്ങൽ നിർബന്ധമാണ്. അപ്പോൾ നേരത്തെ കിടത്തി ഉറക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് എടുക്കണം. അതുപോലെ തന്നെ അവർക്ക് പറ്റിയ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക. ഇപ്പോൾ എളുപ്പമുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. കൂട്ടാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനം നൂഡിൽസ് പോലത്തെ സാധനങ്ങളൊക്കെ കുറ്റപ്പെടുത്തല്ല, അതൊന്നും വേണ്ട എന്നുള്ളതല്ല. പക്ഷേ ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പുതിയ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മൾ പോകും. ജീവിതശൈലി രോഗം വന്നാലെന്താ കുഴപ്പമെന്ന് വെച്ചാൽ മരിക്കൊന്നുമില്ല, ആയുസ് വരെ മരുന്നും ചികിത്സയായിട്ട് പോകേണ്ടി വരും. അത് നമ്മൾ ലൈഫിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. അപ്പം കുട്ടികളോട് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അതാണ്. കാരണം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ. നമ്മളെ പ്രായക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പലർക്കും ഷുഗറും പ്രഷറൊന്നും ഈ ഒരു 50-60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പം ഇങ്ങനെ വന്നു തുടങ്ങണേ ഉള്ളൂ. ഇപ്പോൾ അതല്ല, അതൊക്കെ 30 വയസ്സ് 25 വയസ്സ് 20 വയസ്സ് അമിതവണ്ണം ഒരു അസുഖമാണെന്ന് അത്തരത്തിലേക്കൊക്കെ പോകുന്നതൊക്കെ നമ്മുടെ ജീവിതശൈലി നിന്നുകൊണ്ടതാണ്. അതിനൊക്കെ ഉള്ള റെമഡീസ് നമ്മളെ ഖുർആനിൽ നമ്മളെ മതത്തിലുണ്ട്. അതിലേക്ക് തിരിച്ചു പോന്നാൽ മതി എന്നാ. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? മണ്ണുകൊണ്ട്. മണ്ണുകൊണ്ട്. ഓക്കെ. ഈ കാറും ബസ്സൊക്കെ ഉണ്ടാക്കി എന്തുകൊണ്ടാണ്? ഇരുമ്പുണ്ട്. അപ്പോൾ ഈ കാറിനും ബസ്സിനൊക്കെ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ എന്തിൻ്റെ സ്പെയർ പാർട്സ് എന്തുകൊണ്ട് ഉണ്ടാക്കണം? ഇരുമ്പുണ്ട് ആണോ? അപ്പോൾ കാറുണ്ടാക്കി ബസ്സുണ്ടാക്കി ഇരുമ്പുകൊണ്ടായതുകൊണ്ട് അതിനെന്തെങ്കിലും തകരാറ് പറ്റിയാൽ അത് നന്നാക്കേണ്ടത് ഇരുമ്പുകൊണ്ട് തന്നെ നന്നാക്കിയാൽ അത് ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടുള്ളൂ. എങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണെങ്കിൽ മനുഷ്യന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ എന്തുകൊണ്ടാണ് നന്നാക്കേണ്ടത്? മണ്ണുണ്ട്. അപ്പോൾ മണ്ണെന്ത് ചെയ്യുക? തിന്നേ. മണ്ണ് പിടിച്ച് തേമ്പി മേത്തേക്ക് എന്തു ചെയ്യും? അവിടെയാണ് നമ്മളെ പൂർവികരുമായിട്ടൊന്ന് ഇടപെടേണ്ടത്. കാരണം അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃഷി എന്ന സാധനം തന്നതെന്നാണ് പറയുന്നത്. അപ്പം മണ്ണിലുള്ള ധാതുക്കളും ലവണങ്ങളും കൃഷിയിലൂടെ ഏതെങ്കിലും ചെടിയുടെ വേരിലോ തണ്ടിലോ തൊലിയിലോ പൂവിലോ കായലോ ഇലയിലോ ഒക്കെ ആയിട്ട് സമൃദ്ധമായിട്ട് തരും. അത് നമ്മൾ കഴിക്കും. മുമ്പ് നമ്മളെ ഭക്ഷണ രീതിയിൽ ധാരാളം അതൊക്കെ ഉണ്ടായിരുന്നു, ഇന്നതില്ല. അതുകൊണ്ട് കുടുംബം എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മളെ കുട്ടികൾക്ക് ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇന്ന് ആലോചിച്ച് നോക്കുക, 25% കുട്ടികളും കണ്ണട വെച്ച കുട്ടികളാണ്. എന്നാൽ വാപ്പാർക്കുമാർക്കും ആ പ്രശ്നമല്ല. പക്ഷേ പുതിയ കുട്ടികൾ കണ്ണട വ്യാപകമായിരിക്കും. പലതരത്തിലുള്ള കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോന്നും എടുത്ത് പറയുന്നില്ല. കാഴ്ച ദൂരേക്ക് കാണുന്നില്ല പല കുട്ടികൾക്കും, അത് മനസ്സിലാക്കുന്നില്ല പല അമ്മമാരും. അപ്പോൾ ഇത്തരം രീതിയിൽ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻറ്റിമസിയുടെ കുഴപ്പമാണ്. നമ്മളെ കൂടെ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിലേക്കും അവരുടെ ക്യാരക്ടർ ബിൽഡിങ്ങിലും ഒക്കെ നമുക്ക് നമ്മുടേതായ പങ്കുണ്ട് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും നമുക്ക് പങ്കുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് മാനസിക സംഘർഷങ്ങളില്ലാതെ നോക്കുക. ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനമായ കാരണം പറയുന്നത് മാനസിക സംഘർഷമാണ്. ഇന്നിപ്പം ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ പോലും പുതിയ പഠനങ്ങൾ പറയുന്നത് പുതിയ കുട്ടികൾ ഭയങ്കര ടെൻഷനായിട്ട് ജീവിക്കുന്നുണ്ട് അത്രേ. നമ്മൾ ഖിയാമത്തിൻ്റെ അലാമത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെറിയ കുട്ടികൾ വലിയ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങൾ ഏകദേശം അവിടേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് മാനസിക സംഘർഷമില്ലാത്ത രീതിയിൽ അവരെ നമുക്ക് കൊണ്ടുപോകാം. അവരെ ടെൻഷനും ബേജാറും ആക്കാതിരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടപ്പോൾ മാർക്ക് കുറയാം. മാർക്ക് കുറഞ്ഞോടുകൂടി വാപ്പാൻ്റെ കോലം മാറുക. അതുകൊണ്ടൊന്നും കാര്യം നമ്മളെ കുട്ടികളല്ലേ, എത്ര മാർക്കായാലും നമ്മൾ തന്നെ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സംഘർഷമില്ലാത്ത രീതിയിൽ അവരെ നല്ല രീതിയിൽ പെരുമാറുന്ന രീതിയിൽ പഴയ ആൾക്കാർ പറയും തളപ്പച്ചാലും മരട്ടക്ക് വീണടാ എന്ന് പറയും പഴയ ആൾക്കാർ. എന്നതിന് കാരണം മാതാപിതാക്കളെ പറ്റി പറയണം, മക്കൾ എവിടെ കയറി വീണാലും താഴേക്ക് വീഴുമ്പം വീഴാൻ സൗകര്യത്തിന് മുരട് റെഡിയാക്കി കൊടുക്കണം. ഇന്നിപ്പോൾ കുട്ടികൾക്ക് പല പ്രശ്നങ്ങളുണ്ട്, പക്ഷെ വീഴാൻ നോക്കുമ്പം മുരട് കാണില്ല. ആ രീതിയിലേക്ക് പോകരുത്. നല്ല ഒരു മുരടായിട്ട് അവിടെ ഇങ്ങനെ സ്പോഞ്ചൊക്കെ വിരിച്ചിട്ടിട്ട് എവിടുന്നും വീണോട്ടെ വാപ്പിയും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ ലേ നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും മറ്റുമൊക്കെ വലിയ ചേഞ്ച് ഉണ്ടാകും. അങ്ങനെ ചേഞ്ച് ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന മറ്റൊരു സംഭവമാണ് നല്ല ആരോഗ്യദായകമായിട്ടുള്ള സംഭവം. ആ ആരോഗ്യത്തിന് തൊട്ട് വരുന്നതൊക്കെ ഈ സ്ട്രെസ്സും സ്ട്രെയിനും വരുമ്പോഴാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കായികമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾ കളിക്കാൻ വിടണം, അവരെ ഇളകണം. പല സ്ഥലത്തും അതില്ല. അവിടെ ട്യൂഷൻ, ഇവിടെ ട്യൂഷൻ, ആ ട്യൂഷൻ, ഈ ട്യൂഷൻ ഒക്കെ ഇങ്ങനെ ഇറച്ചിക്കോയിക്കളമായിട്ട് ഇങ്ങനെ വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന രീതിയാണ്. അതിൽ നിന്ന് മാറിയില്ലെങ്കിൽ അവിടെ ഒബീസിറ്റി വരും,
അപ്പം അതിനുള്ള സംവിധാനം കൊടുക്കണം. അതോടൊപ്പം തന്നെ നിർബന്ധമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോഷക സമൃദ്ധമായ എന്തെങ്കിലും നല്ല ആഹാരങ്ങൾ കൊടുക്കണം. നമ്മളെ വീടിനാമ്പുറത്തുണ്ടാക്കിയ പഴങ്ങൾ, പച്ചക്കറികളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം നിർബന്ധമായിട്ട് കഴിപ്പിക്കണം. കുട്ടികളിലൊന്നും വലിയ താല്പര്യം കാണില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉറക്കം എന്നുള്ളത്. ഇന്ന് സമൂഹത്തിൽ നിന്ന് എടുത്തുപോയിട്ടുള്ള സംഭവമാണ് ഉറക്കം. മുമ്പ് കറണ്ടൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ ധാരാളം ഉറങ്ങിയിരുന്നു. 8-9 മണി ആശാൻ കൊടുത്താൽ ഉടനെ തന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ നിസ്കരിച്ച് കിടക്കും. അതുകൊണ്ട് തന്നെ 5 മണി വരെ 6 മണി വരെ സുഖമായിട്ട് ഉറക്കം, നിദ്രയുണ്ടായിരുന്നു. ഇന്ന് ഉറക്കില്ല. ആ ഉറക്കം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമാണ്. പ്രായം ചെന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല, ഒരു സുഖമായിട്ട് ഉറങ്ങുണ്ടാവും, അവർക്ക് അസുഖം ഉണ്ടാവില്ല. പക്ഷേ പുതിയ കുട്ടികൾക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട് ഇൻസോംനിയ പല പ്രശ്നങ്ങളുണ്ട്. അതും കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. കുട്ടികൾ പഠിക്കും, എല്ലാത്തിനും പ്രാപ്തരാണ്. നല്ല നല്ല കുട്ടികൾ മാത്രമല്ല, ഈ ആധുനിക കാലഘട്ടത്തിലേക്കുള്ള പ്രാപ്തരായ കുട്ടികളാണ് ഇപ്പോഴത്തെ പുതിയ ബാച്ച് കുട്ടികളൊക്കെ. നമുക്ക് പലപ്പോഴും അവരെ മനസ്സിലാവില്ല. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ വലിയൊരു മൂന്നാമത്തെ ത്രട്ട്. അതാണ് നമുക്ക് ലഭിച്ച കുട്ടികളുടെ കഴിവുകൾ എന്താ നമുക്കറിയില്ല. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മളെ കയ്യിൽ കിട്ടിയ സാധനം എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ നമുക്കതിന് എന്താക്കാൻ പറ്റും തോന്നാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കുട്ടികളിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു 5 കഴിവുകളെക്കുറിച്ച് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? അവനാൻ്റെ കുട്ടികളെ കഴിവുകൾ, സ്വന്തം മക്കൾ 5 കഴിവ് അറിയണ വാപ്പാരന്മാരോ കൈവക്കി ഒരാളുണ്ട്. 4 പറയും. 4 സ്വന്തം കുട്ടികളുടെ 3 കഴിവുകൾ. ഇന്ന കാര്യത്തിൽ ഉഷാറാണ്, ഇന്ന കാര്യത്തിൽ ഉഷാറാണ്. 2 സ്വന്തം കുട്ടികളുടെ 1 കഴിവെങ്കിലും. എന്നാൽ പോട്ടെ, ഇത് വേണ്ട, നിങ്ങൾ അടുത്ത ചോദ്യത്തിൽ ഇത്താൽ മതി. അവനെ പറ്റാത്ത പണി 5 പറഞ്ഞാൽ എന്നാലും കഴിവ് ഏതായാലും ഇല്ലല്ലോ, എന്നാൽ കഴിവ് കേടുകേറി പറയണം. ഇതിവിടെയാണ് ഒരു മാതാവും പിതാവും പരാജയപ്പെടുന്നത്. എൻ്റെ കുട്ടിന് എന്തിനൊക്കെ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ എനിക്കുണ്ടെങ്കിൽ അവനെ എനിക്ക് പാരൻ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പാരൻ്റ് പരാജയനാണ്. പലതും നമുക്കറിയില്ല. പല കുട്ടികളിലും പലതരത്തിലുള്ള കഴിവുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കുകയാണ്. നമ്മളത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അതുണ്ടാകാൻ പാടില്ല. ആധുനിക യുഗത്തിൽ ഇനി കുട്ടികൾ ജീവിക്കാൻ പോകുന്നത് എന്തെങ്കിലും പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടിക്കൊണ്ടല്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ, കേരളത്തിൽ 100 കുട്ടികൾ ഡിഗ്രി എഴുതി കഴിഞ്ഞാൽ ആ ഡിഗ്രി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടുന്ന 3 ആക്കാം. ബാക്കി 97 ആളും സ്വന്തമായിട്ടെന്തോ ചെയ്യാണ്. അതുകൊണ്ട് ആധുനിക കാലഘട്ടം പോകാൻ പോകുന്നത് അവനവൻ്റെ കഴിവുകൾക്കനുസരിച്ചിട്ടാണ്. അവിടെയാണ് ഈ പാരൻറ്റിങ്ങിൻ്റെ 3ാമത്തെ സ്റ്റേജ് കിടക്കുന്നത്. നമ്മളെ കുട്ടികളെ എന്തിനാണ് പറ്റുക, എന്താണ് അവന് പറ്റാത്തത്, ആ പറ്റാത്ത പണിക്ക് അവനെ പറഞ്ഞേക്കാണ്ട് പറ്റുന്ന കാര്യങ്ങളിലേക്ക് അവനെ തിരിച്ചു വിട്ടുകൊണ്ട് അതിൽ അവനെ എക്സ്പേർട്ടാക്കി കഴിഞ്ഞാൽ ഒരു മാതാവിനും പിതാവിനും സമാധാനമായിട്ട് നിൽക്കാം. ഇതാണ് പുതിയ കാലഘട്ടത്തിലെ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ. എന്താണ് നാട് എങ്ങോട്ടാണ് പോണതെന്നറിയണം. ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലഘട്ടം AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പറയണേക്കണം. എനിക്കറിയില്ല. ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കൊന്നും പറയാൻ അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പോയ ക്ലാസ്സിലൊക്കെ കേട്ടത്, പല ജോലികളും ഇന്ന് നമ്മൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ ആ പഠിച്ച കോഴ്സ് കൊണ്ട് ആവശ്യം വരാത്ത രീതിയിലേക്ക് വരുന്നുണ്ടത്രേ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലൊക്കെ. അപ്പം അങ്ങനെ വരുമ്പം ആ കോഴ്സ് പഠിച്ചതുകൊണ്ട് മാത്രമായിട്ട് അവനങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിക്കണ്ട. അതവിടുന്ന് അങ്ങോട്ട് പിന്നെ അവൻ്റെ കഴിവുകളും സന്നിവേശിപ്പിച്ചുകൊണ്ട് ആ പഠിച്ച കാര്യങ്ങളിലൂടെ പിന്നെയും കടന്നു പോയെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതാണ് കാലം. അതുകൊണ്ട് മാതാപിതാക്കൾ ചെയ്യേണ്ടത് 15 വയസ്സ്, 18 വയസ്സ്, 21 വയസ്സ്, 3, 7 എന്ന് പറയാറുണ്ട്. 7 വയസ്സ് വരെ, പിന്നെ 14 വയസ്സ് വരെ, പിന്നെ 21 വയസ്സ് വരെ. ഈ 3 കാലഘട്ടങ്ങളിൽ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കുകയും അവരോടൊപ്പം പെരുമാറുകയും അതിനനുസരിച്ച് 21 വയസ്സോടുകൂടി അവരെ ആ വഴിയിലേക്ക് അങ്ങ് തിരിച്ചു വിട്ടാൽ പിന്നെ അവരങ്ങ് ആയിക്കോളും. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് ജോലി കിട്ടില്ല, പേടിക്കണ്ട. ഓനെന്തെങ്കിലും സ്വന്തമായിട്ട് അല്ലെങ്കിൽ അവളെന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത് രക്ഷപ്പെട്ടോളും. ആ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ വലിയ MBBS, MD, DM എടുത്തു കഴിഞ്ഞാൽ പോലും അതുകൊണ്ടങ്ങ് രക്ഷപ്പെടുമെന്നൊന്നും ഈ വിചാരിക്കണ്ട. ആ ആള് പ്രാക്ടീസ് ചെയ്ത് സ്വന്തം പരിചരിച്ച് ഉഷാറായിട്ട് നല്ല പേര് ഒരു 10 കൊല്ലം കൊണ്ട് കിട്ടിയെങ്കിൽ മാത്രമേ അയാളും ഇനി രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഏത് കോഴ്സ് എടുത്താലും എന്തായി കഴിഞ്ഞാലും അവനവൻ്റെ കഴിവുകൾ ഇനി ഒരു റെലവൻ്റ് ആകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ പോണത്. 2040ഉം 2050ഉം ഒക്കെ ഈ രാജ്യത്തിനെ നയിക്കേണ്ട ആൾക്കാരപ്പം നമ്മളെ മുമ്പിലുള്ള കുട്ടികൾ. ആ കാലഘട്ടത്തിലേക്ക് അനുസൃതമായ രീതിയിലേക്ക് നമുക്ക് കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ ആ കാലഘട്ടം എന്താണെന്നറിയണം. ആ കാലഘട്ടത്തിന് അനുസൃതമായി ജീവിക്കാൻ എന്തൊക്കെ കഴിവാണ് എൻ്റെ കുട്ടിക്കുള്ളതെന്ന് മനസ്സിലാക്കണം. ആ കഴിവിലേക്ക് ആ കുട്ടികളെ പറഞ്ഞേക്കണം. അതോടൊപ്പം തന്നെ ഏത് ലോകത്തിൻ്റെ മൂലക്കിലേക്ക് പോയാലും നമ്മുടെ
നമ്മുടെ ഒരു സാംസ്കാരിക സാമൂഹ്യ രീതിയുണ്ട്. ആ രീതി വിട്ടുപോകാത്ത രീതിയിൽ എവിടെയും പോയി പഠിച്ചോട്ടെ, അമേരിക്കയിലോ റഷ്യയിലോ, അതല്ലെങ്കിൽ എന്താ പറയുക ഓക്സ്ഫോർഡിലോ ഹാർഡ്വാർഡിലോ, എവിടെ കുട്ടികൾ പോയി ആണായാലും പെണ്ണായാലും പഠിക്കാൻ പോയാലും മാതാപിതാക്കൾക്ക് യാതൊരു പേടിയുമില്ലാതെ നിൽക്കാൻ സാധിക്കുമെങ്കിൽ ആ പാരൻസാണ് യഥാർത്ഥ പാരൻസ്. അല്ലാതെ സ്കൂൾക്കാണ് പോകുമ്പോഴത്തിന് ബേജാറായി പന്താൻ്റെ കുട്ടി വരിക, അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കേണ്ടി വരുന്നത് കൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിലെ ആ ബന്ധം വിച്ഛേദിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് ആ ബന്ധത്തെ തിരിച്ചു പിടിക്കുക. എത്ര പ്രായമായിക്കോട്ടെ, ഇന്ന് വരെ ചെന്നാൽ ഉടനെ തന്നെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മാട് കൊടുക്കുക. അവിടെ കൂടി കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ടാവും. ചെറിയ മക്കൾ ഏതായാലും നമ്മളൊപ്പം ഉണ്ട്, നമ്മളിങ്ങനെ പറിച്ചിട്ടില്ല അല്ലേ, തള്ളമലൊട്ടി അറിയും. ഇങ്ങനെ വന്നാൽ തന്നെ അങ്ങനെ മരടുത്തേക്ക് വരാച്ച, അപ്പോൾ പറിച്ച് പോയാ അവിടുന്ന് അങ്ങനെ ആട്ടി വിടും. അത് വേണ്ട, കുറച്ച് നേരം നിന്നോട്ടെ. അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് വലിയ കുട്ടികളെ കൂടി കൂട്ടിപ്പിടിച്ച് അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ നമ്മളോട് ഇഷ്ടം തോന്നും, അവർ നമ്മളോട് സംസാരിക്കും, നമ്മൾ കൂടെ ഉണ്ടാകും. ആ രീതിയിൽ മാത്രമേ കുട്ടികളെ നമ്മളെ പാട്ടിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് അവർ വളരട്ടെ, ആ പട്ടം ഉയരട്ടെ. എത്ര അത്യുന്നതകളിലേക്ക് പോകുമ്പോഴും ആ പട്ടത്തിൻ്റെ നേരിയ കയറ് നമുക്കിങ്ങനെ അയച്ചു കൊടുക്കാൻ സാധിക്കണം. ആ മുകളിലെത്തുമ്പം പട്ടത്തിനോട് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്, നീ ഉയരത്തിലേക്ക് ഇനിയും പോകാണ്ട്, നീ പോകാതിരിക്കാനുള്ള കാരണം നിൻ്റെ ആ പട്ടം പിടിച്ചു നിൽക്കുന്ന നിൻ്റെ മാതാപിതാക്കളെന്ന് പറയാൻ ആകാശത്ത് ആളുണ്ട്. പക്ഷെ അപ്പോഴും ആ പട്ടത്തിന് പറയാൻ സാധിക്കണം, ഈ നേരിയ നൂലാണ് കുട്ട എന്നെ ഇവിടെ നിർത്തുന്നത് എന്ന് കുട്ടിക്ക് തിരിച്ചറിവുണ്ടാകുന്ന കുട്ടികൾ വേണം. കുട്ടികൾ പല സ്ഥലത്തേക്കും പോവും, എവിടെയെങ്കിലും ചെറിയൊരു കോഴ്സിൽ പാസ്സായി വരുമ്പോഴത്തേന് കുട്ടിക്ക് പിന്നെ അമ്മാനും പറ്റില്ല പാപ്പാനും പറ്റില്ല. ആ രീതിയിലേക്കല്ല നമ്മളെന്താ പഠിപ്പിക്കണത്. എത്ര ഉന്നതിയിലേക്ക് പോയാലും പ്രശ്നമില്ല, നീ പോകുമ്പോൾ അയച്ചാൽ നേരിയ നൂലാണ്. നമ്മൾ പട്ടം പറത്താറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ നേരിയ നൂലിങ്ങനെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചിട്ട് മാതാപിതാക്കൾ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ വലിയ ഉയരത്തിലേക്ക് എത്തുമ്പോഴും ആ ഉയരത്തിൽ നിന്നും ഈ നേരിയ നൂലും ആ അറ്റം പിടിച്ചിരിക്കുന്ന എൻ്റെ മാതാവും പിതാവുമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അവരെങ്ങാനും അത് വിട്ടാൽ, ഈ നൂലെങ്ങാനും അറ്റുപോയാൽ ഞാൻ ഇല്ലാതായി പോകുമെന്നൊരു കുട്ടിക്ക് തോന്നത്തക്ക രീതിയിൽ നമ്മൾ അത്തരം കുട്ടികളെ വളർത്തി വലുതാക്കുന്നത് കൂടി അവരാണ് പ്രാർത്ഥിക്കുക. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. ആ രീതിയിൽ പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് നമ്മളെ മക്കൾ മാറട്ടെ. ആഖിറു അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.